ഒരു എന്തോ ഒരുത്തനെ നമ്മൾ ബന്ധം അവനിങ്ങനെ നടക്കുക പറയുന്നത്, ഒരു വക്കീലെന്ന് പറയുന്ന ഒരു ബിജു പി എന്ന് അവൻ്റെ പേര്. പിന്നെ ഇവിടെ നിങ്ങളുടെ ഈ BJP-യിലൊക്കെ ഇത്ര ക്രിമിനൽസിനെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണോ? നിങ്ങൾ ഇവനെയൊക്കെ എടുത്ത് ഊരക്കളയാൻ നോക്ക്. BJP-യിലെ കുറേ ക്രിമിനൽസ് നല്ലതാക്കാൻ നോക്കി, ഇവിടെയും കേരളവും പിടിക്കാൻ പറ്റും. ഈ കുറേ ഇങ്ങനത്തെ ഉള്ളതിനെല്ലാം എടുത്ത് കളയാൻ നോക്കൂ, ചുമ്മാതെ കേട്ട കെടുമ്പിനെയല്ല. ക്രിമിനൽ ആക്ടിവിറ്റിയും കൊണ്ട് നടക്കുക, കള്ളപ്രമാണം ഉണ്ടാക്കൽ, ഇതൊക്കെ ഇവന്മാരുടെ പരിപാടി. പിന്നെ നമ്മുടെ മേത്തോട്ട് എൻ്റെ കയ്യിലുണ്ട് ഫോൺ വെച്ച് ഇവിടെ എല്ലാം പൊള്ളിക്കുക, നമ്മുടെ മുഖമെല്ലാം മുടി ഇതാക്കുക. അതുകൊണ്ട് എൻ്റെ അമ്മയ്ക്കറിയാം, ഇവിടെ വന്ന് ഫോണും കൊണ്ട് കുറേ എണ്ണം അങ്ങ് നിൽപ്പാ ഇവിടെ ജോലി. അല്ലെങ്കിൽ ഇതിനകത്ത് കയറി ഇരിപ്പാ, ഫോണും കൊണ്ട് ഇങ്ങനെ അങ്ങ് നിൽപ്പാ ജോലി. അല്ലെ ഈ 323 നമ്പർ SNDP-യിലൊരു വടക്കേറ്റത്തൊരു മുറിയുണ്ട് എന്ന് വെച്ചാൽ ഈ റേഞ്ച് കിട്ടാൻ വേണ്ടി ഇങ്ങോട്ട് മാറിയിരിക്കുക, അല്ലെ ഇങ്ങോട്ട് നീങ്ങി നിൽക്കുക. SNDP-ക്കകത്ത് വരുത്തുന്നവരെല്ലാം മണ്ഡപത്തിലല്ലേ ഇരിക്കേണ്ടത്? ആണോ അല്ലയോ? സ്വാമി എവിടെ ഇരിക്കുന്നത്? ഈ മുറിക്കകത്ത് കയറിയാണോ ഇരിക്കുന്നത്? വേണ്ട ഞങ്ങൾക്ക് വേണ്ട. മീൻ എന്ത് ചെയ്യാൻ ആർക്കറിയാം, ഇങ്ങനെ നിൽക്കും പതിയെ. എടുത്തോ? ആ എവിടെ വെച്ച് കണ്ണാടി? ഇനിയിപ്പം കൊച്ചു തൊട്ടിയൊക്കെ അവർ ഇതാക്കി കണ്ണാടിയൊന്നും എടുക്കാൻ പറ്റത്തില്ല, അവരെല്ലാം എടുത്തു വെച്ച്. കൊച്ചു ബക്കറ്റ് ഇനി എങ്ങനെ നോക്കാനാ? അവർ പറക്കി അതറിയത്തില്ലായിരുന്നോ? കണ്ണാടി മാറ്റി വെക്കണ്ടായോ? അല്ല, കണ്ണാടിയുള്ള ബക്കറ്റ് എങ്ങനെ തപ്പാൻ പറ്റും? അവർക്കിപ്പോൾ ഉടനെ വെക്കണമെന്ന്, പൊടി തട്ടുമെന്ന്. ഇതൊക്കെയാണ് കണ്ണാടി വെച്ചില്ലേ പൊടി തട്ടുമെന്ന്. കൊച്ചു ബക്കറ്റിനകത്ത് കണ്ണാടി. ആ കണ്ണേല് അമ്മയുടെ കണ്ണാടി ഒന്ന് ഊരിക്കൊടമ്മേ. കണ്ണാടി എവിടെങ്ങാണ്ട് കൊച്ചു ഇനിയും പറക്കി കയറ്റിയപ്പോ എവിടെ? ഇത് എടുത്തു വെക്കണ്ടായോ കണ്ണാടി വെക്കുന്നവര്? ആ എന്നാ ഇത് അമ്മയ്ക്ക് ഒന്ന് കൊടുത്തേര്, ഞാൻ വേറെ എടുത്തു. അവിടെ വരെ വെക്കാൻ വേറെ കണ്ണാടി തരാം. പൊടി തട്ടായിരുന്നാ പോരായോ? കണ്ണാടി തന്നെ വെക്കാൻ അവര് ബക്കറ്റിനകത്ത് വെച്ച് ഇനിയിപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. ആ കണ്ണാടി വേണേ വേറെ തരും. ആ അമ്മയുടെ കണ്ണാടി വേറെ ഇരിപ്പുണ്ട്, അത് വെച്ചോണ്ട് പൊടി തട്ടാതിരിക്കും. വേണോ?